ദ റൂൾസ് ഓഫ് പവർ. നമ്പർ 1, ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മളുടെ വശപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ല ശക്തിയുണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അവർ നിങ്ങളോടൊപ്പം നിൽക്കും, ഉറപ്പാണ്. ജംഗിസ് ഖാൻ ചൈനയിൽ വലിയൊരു യുദ്ധം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ചൈനയിലുള്ള ആളുകളെ ആരെ രക്ഷിച്ചതെന്ന് അറിയുമോ? ചൂട്സായി ആ സമയത്ത് ചൈന വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അവർ ജംഗിസ് ഖാനോട് പറഞ്ഞു, നിങ്ങൾ ഈ കൾച്ചറിനെ നശിപ്പിക്കരുത്, ഈ കൾച്ചറിനെ നിലനിർത്തിയാൽ അതിലൂടെ നിങ്ങൾക്കും ഗുണമുണ്ട്. ചംഗിസ് ഖാൻ ആ വാക്കുകൾ കേട്ട് യുദ്ധം നിർത്തിവെച്ചു. ചൂസായി ചംഗിസ് ഖാന്റെ ഒഫീഷ്യൽ അഡ്വൈസറായി മാറി. അതിനുശേഷം മറ്റൊരു സിറ്റിയിൽ ചംഗിസ് ഖാൻ വേറൊരു യുദ്ധം തുടങ്ങി. ആ സമയത്ത് ചൂസായി ഇടപെട്ടു. ചംഗിസ് ഖാൻ, നിങ്ങൾ ഇവരോട് യുദ്ധം ചെയ്യരുത്, ഇവർ വലിയ കലാകാരന്മാരാണ്, ഇവരെയൊന്നും കൊല്ലല്ലേ, ഇവരെയൊന്നും കൊന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇവരെല്ലാം ജീവനോടെ ഇരുന്നാൽ നമുക്ക് വേണ്ടി ഇവർ കലാജോലികൾ ചെയ്യും. അങ്ങനെയുള്ള കലാകാരന്മാരെ ഉണ്ടാക്കി ലോകത്തിലേക്ക് അയച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആ സിറ്റിയിലുള്ള ആളുകളെയും അദ്ദേഹം രക്ഷിച്ചു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലുള്ള ആൾ എത്ര പവർഫുൾ ആണെങ്കിലും അവർക്കൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നമ്മളെ അനുസരിക്കും. അത് ജോബ് ഇന്റർവ്യൂവിലായാലും ശരി, മീറ്റിംഗിലായാലും ശരി, എന്തെങ്കിലും ഒരു ഡീലാണെങ്കിലും ശരി, ഇൻവെസ്റ്റിൽ നിന്ന് പൈസ കിട്ടാനാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു കാര്യം കൺവിൻസ് ചെയ്യാനാണെങ്കിലും ശരി, ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണമെങ്കിൽ അവർക്കൊരു ഗുണമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം അവർ നിങ്ങൾ പറയുന്നത് കേൾക്കും. ദ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന മൂവിയിൽ ഒരു സീനുണ്ട്. ആ മൂവിയിൽ ഒരു പെണ്ണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ പെണ്ണിനെ വളരെയധികം പുകഴ്ത്തുകയാണ് ചെയ്തത്. എന്നാൽ ഒരാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ പെണ്ണ് എടുത്തിട്ട് പറഞ്ഞു, ഈ നാപ്കിനിൽ നിങ്ങളുടെ പേര് ഈ പെണ്ണുണ്ടെന്ന് എഴുതൂ എന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ മേലെ അദ്ദേഹം ഒരു ഡിമാൻഡ് ഉണ്ടാക്കി. അതിനുശേഷം ആ പെന്നിനെ സെയിൽ ചെയ്തു. നിങ്ങളുടെ കയ്യിൽ എന്ത് വസ്തു ഉണ്ടെങ്കിലും ശരി, അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ലേ? വില്ലനെ നായകൻ അടിച്ചുകൊണ്ടിരിക്കുകയാവും. അവസാന നിമിഷം വില്ലൻ എന്ത് പറയുന്നോ? നമ്മൾ രണ്ടുപേരും ജീവനോടെ ഇരിക്കണം, എന്റെ കയ്യിൽ നിറയെ സീക്രട്ടുകളുണ്ട്, ഇത് നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ നീ എന്നെ കൊല്ലാതെ വിടണം. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വില്ലൻ രക്ഷപ്പെടുന്ന ഒരുപാട് സീനുകൾ കണ്ടിട്ടില്ലേ? പവറിന്റെ രണ്ടാമത്തെ ലോ ആണ് നിങ്ങൾക്ക് ഗുണമുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ് കാണിക്കൽ. ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവരൊരു രാജാ ഫാമിലിയിലുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ രാജാവായതിനു ശേഷം രാജാ ഫാമിലിയെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ലാതെയായി. അദ്ദേഹം ചില നിയമ പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ നിയമ പരിഷ്കരണങ്ങൾ ആ രാജാ ഫാമിലിക്ക് പോലും ഗുണം ചെയ്യാത്തതായിരുന്നു. അവർ പറഞ്ഞ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കും, അത് രാജാ ഫാമിലിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാനത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇത് രാജപരിവാരത്തിന് വലിയ അനിഷ്ടം ഉണ്ടാക്കി. രാജാവ് സ്ഥലത്തില്ലാത്തൊരു സമയത്ത് രാജപരിവാരത്തിലെ യോദ്ധാക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാജ്യത്തിൽ വലിയ കലാപം ഉണ്ടാക്കി. അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ ഈ രാജ്യത്തിലുള്ള ആരോടും അല്ല യുദ്ധം ചെയ്യുന്നത്, വാസ്തവത്തിൽ രാജാവിനോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. രാജാവ് രാജപരിവാരത്തിനോട് ചെയ്തത് തെറ്റാണെന്ന് രാജാവിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജ്യത്തിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ട് രാജാവിനെ കാണാൻ പോയി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ആ റൂൾസ് ഒന്ന് മാറ്റൂ കുറച്ച്, കാരണം ഇവരെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ രാജപരിവാരത്തിന്റെ അപ്രീതി നേടാതെ ജീവിക്കേണ്ടി വരും, നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് എന്താ ചെയ്തതെന്ന് അറിയുമോ? ഈ രാജപരിവാരത്തിലുള്ളവർ കാരണമാണല്ലോ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാജപരിവാരത്തിലുള്ള ആ യോദ്ധാക്കളെ മുഴുവൻ കൊന്നു കളഞ്ഞു. ഇത് എന്തിനാണ് രാജാവ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുമോ? രാജാവിന് ഈ കാര്യം നല്ലപോലെ അറിയാം. ഈ രാജ്യത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവരെ മുഴുവൻ എനിക്ക് ആവശ്യമാണ്. എന്നാൽ രാജപരിവാരത്തിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആ ആളുകൾ അനീതി ചെയ്യുമ്പോൾ അവരെ തന്നെ കൊന്നുകളയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് മുഴുവൻ പ്രീതി എനിക്കുണ്ടാകുമെന്ന് രാജാവിന് അറിയാമായിരുന്നു. ഈ രാജ്യത്തിലുള്ള എല്ലാവരുടെയും വിശ്വാസം എന്റെ മേലെ വർദ്ധിക്കും എന്ന് രാജാവിന് അറിയാമായിരുന്നു. അദ്ദേഹം മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ രാജാ ഫാമിലിയിലുള്ള ആ യോദ്ധാക്കളെ ജീവനോടെ വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ ആ രാജ്യത്തിന്റെ മേലെയാണ് അദ്ദേഹത്തിന് ആ ഫാമിലിയേക്കാൾ കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താൽ രാജ്യം എന്നോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ഓപ്ഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്നിരിക്കട്ടെ, മറ്റൊരു ഓപ്ഷൻ പ്രധാനമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഓപ്ഷനെ നശിപ്പിച്ച് കളയണം. വലിയൊരു ഓപ്ഷനും ചെറിയ ഓപ്ഷനും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ചെറിയ ഓപ്ഷനോട് നിങ്ങൾക്ക് മമത്വം ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്ന് നിങ്ങൾ മാറണം. ആ വലിയ ഓപ്ഷൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇതിനെയാണ് അൺഫെയർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അയാളുടെ ഉയരമാണ്. ഓരോരുത്തരുടെയും അൺഫെയർ അഡ്വാൻറ്റേജുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്കും ഉണ്ടാകാം ഇങ്ങനെയുള്ള ചില അൺഫെയർ അഡ്വാൻറ്റേജസ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പെർഫോം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന പുസ്തകമാണ് ദ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന പുസ്തകം. ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ കുക്കു FM നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ സാധിക്കുന്നത്. കുക്കു FM ഇതുപോലുള്ള നിറയെ ഓഡിയോസ് എനിക്ക് കിട്ടാറുണ്ട്. എല്ലാം വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ബുക്ക് സമ്മറീസിന്റെ ഒറിജിനൽസ് ആയിരിക്കും. എന്നാൽ അതിനേക്കാൾ എനിക്ക് ആകർഷണീയമായി തോന്നിയ ഒരു കാര്യം, ഇത്തരത്തിൽ അനവധി ഓഡിയോ ബുക്ക് സമ്മറീസിന്റെ ഒറിജിനൽസിന്റെ ആക്സസ് നമുക്ക് തുച്ഛമായൊരു വിലയ്ക്കാണ് ലഭിക്കുന്നത്. അതായത് ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FMന്റെ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ടിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 49 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഇതിന്റെ അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FMന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഒരു 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു നോക്കൂ.
എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. പവറിന്റെ മൂന്നാമത്തെ ലോ ആണ്, നിങ്ങൾ ശരിയായ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വൈകിക്കരുത്. അതുമാത്രമല്ല, നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിക്ക് വളരെയധികം ഈഗോ ഉണ്ടെങ്കിൽ അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യരുത്, അതിനെ സന്തോഷിപ്പിക്കണം. നമ്മളെക്കാൾ വലിയ ആളുകളുടെ ഈഗോ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ചില സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മുടെ മുന്നിൽ വലിയൊരാളിരുന്ന് സംസാരിക്കുകയായിരിക്കും, നമ്മളൊന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഈഗോ ഹർട്ടാവാതെ ഇരിക്കൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ കാര്യം അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കാനും പറ്റുള്ളൂ. എന്നാൽ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കണം. നമ്മൾ ശരിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തങ്ങളായിരിക്കും. എന്നാലും ആ സമയത്ത് അതൊന്ന് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം വേണം. ഒരിക്കലും ഒരു രാജാവിന് അയൽ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമായി. എന്നാൽ ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ വലിയൊരു ചുവരുണ്ടായിരുന്നു. ആ ചുമര് തകർക്കണമെങ്കിൽ ബാറ്ററിൻ റാം എന്ന് പറയുന്ന ഒരു യുദ്ധോപകരണം ഉണ്ടാക്കണം. എന്നാൽ ഈ യുദ്ധോപകരണം അവരുടെ കയ്യിൽ ഇല്ല. അത് ഉണ്ടാക്കാൻ വേണ്ടി രാജാവ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അവരുടെ നേവി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കുറെ ബോട്ടുകളുണ്ട്, പായക്കപ്പലുകളാണ്. ഈ പായക്കപ്പലുകളിൽ വലിയ മരത്തടികളുണ്ട്. ഈ തടികളൊക്കെ പറിച്ചു കൊണ്ടുവന്ന്, അതായത് ആ ബോട്ടിൽ തകർത്തിട്ട് ആ മരം കൊണ്ടുവന്നിട്ട് ഈ ബാറ്ററി റാം ഉണ്ടാക്കാൻ ഓർഡർ ചെയ്തു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർ നേവി സോൾജേഴ്സിന് ഓർഡർ കൊടുക്കുകയും ചെയ്തു. അതായത് ബാറ്ററി റാം ഉണ്ടാക്കണം, അതിനുവേണ്ടി നേവിയുടെ പായക്കപ്പലുകളൊക്കെ തകർക്കേണ്ടി വരും. ഇതാണ് വിഷയം. എന്നാൽ ആ നേവിയുടെ എഞ്ചിനീയർ എന്ത് പറഞ്ഞെന്നോ, ബാറ്ററി റാം ഉണ്ടാക്കാൻ പായക്കപ്പൽ തകർക്കൊന്നും വേണ്ട, ഞാൻ ബാറ്ററി റാം ഉണ്ടാക്കി തരാം, രാജാവിനത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വേറെ തടി കൊണ്ട് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ തടി കൊണ്ട് വേറെ ബാറ്ററി റാം ഉണ്ടാക്കിയിട്ട് കൊടുത്തു. എന്നാൽ അത് രാജാവ് ഉദ്ദേശിച്ച വലിപ്പം ഉണ്ടായിരുന്നില്ല. രാജാവിന് അത് കാരണം കോപം വന്നു. അവർക്ക് എഞ്ചിനീയറിന്റെ ആ ഒരു ഐഡിയ ഇഷ്ടമായില്ല. അത് കാരണത്താൽ ആ എഞ്ചിനീയർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്തത്. ആ എഞ്ചിനീയർ ചെയ്ത കാര്യം ശരി തന്നെയായിരുന്നു, പക്ഷെ എഞ്ചിനീയർ അത് അവതരിപ്പിച്ച രീതി ശരിയല്ലായിരുന്നു. രാജാവ് ഉദ്ദേശിച്ച പോലെ സാധനം ഉണ്ടായതുമില്ല. അത് രാജാവിനോട് കൺവിൻസ് ചെയ്തിട്ട് ശരിക്കും ചെയ്യാമായിരുന്നു, പക്ഷെ തെറ്റുപറ്റിപ്പോയി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ മുകളിലുള്ള ആളുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശരിയായ മെത്തേഡിൽ കൺവിൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എത്ര വലിയ കാര്യമായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും, പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ ഈഗോയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ പോകാൻ വരെ സാധ്യതയുണ്ട്. നമ്മളുടെ മുകളിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അത് ഉടനടി പറയാൻ പോലും പാടില്ല. അതിനൊരു രീതി കണ്ടെത്തണം നമ്മൾ. മാത്രമല്ല, അത് ചെയ്ത് കാണിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം. വെറുതെ വാചകം അടിച്ചാൽ പോരാ, കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ കഴിയുകയും വേണം. പവറിന്റെ നാലാമത്തെ ലോ ആണ് ഡെമോൺസ്ട്രേഷൻ. ഒരു രാജാവിന് 3 വർഷമായിട്ട് ഒരു മന്ത്രിയുടെ മേൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ മന്ത്രിയാണ്. രാജാവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇദ്ദേഹം ചെയ്യില്ല. ഓരോ കാര്യവും രാജാവിന് ഇഷ്ടപ്പെടുന്ന പോലെ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ വേറൊരു വ്യക്തിക്ക് മന്ത്രിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മന്ത്രിയെ നശിപ്പിക്കണമായിരുന്നു. അത് കാരണത്താൽ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ രാജാവിനെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ മന്ത്രി എന്തൊക്കെ പ്ലാൻ ഇടുന്നുണ്ടെന്ന് ഡെമോൺസ്ട്രേഷൻ സഹിതം രാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതായത് മന്ത്രി ചെയ്യാൻ പോകുന്നതിനെയൊക്കെ പ്രൂഫ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കാരണത്താൽ മന്ത്രിക്ക് എന്തൊക്കെ പണിഷ്മെന്റ് രാജാവ് കൊടുത്തു. എന്നാൽ മന്ത്രിക്ക് കാര്യം പിടികിട്ടി. മന്ത്രി രാജാവിനോട് പറഞ്ഞു, എനിക്കൊരു 10 ദിവസം സമയം തരുമോ ഒരു കാര്യം ചെയ്യുവാനെന്ന് ചോദിച്ചു. എന്നെയും രാജാവിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ തന്ത്രം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. 10 ദിവസം തന്നാൽ ഞാനിത് തെറ്റാണെന്ന് പ്രൂഫ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം സംഭവങ്ങളുടെ എല്ലാം നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് മന്ത്രി രാജാവിന് പ്രൂഫ് സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. രാജാവിന് കാര്യം പിടികിട്ടി. അതിനുശേഷം രാജാവ് തന്റെ കൊട്ടാരത്തിലുള്ള ആ വ്യക്തി എത്ര ദുഷ്ടനാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുകയും ചെയ്തു. ഇവിടെ എല്ലാം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യം ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പ്രൂഫ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഒരാളെ വിശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ഇപ്പം ഞാൻ ചെയ്തത്. പവറിന്റെ നെക്സ്റ്റ് റൂളാണ്, നിങ്ങൾ റീപ്ലേസബിൾ ആകരുത്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ആ സ്ഥലത്ത് നിങ്ങൾ മാറിയിട്ട് വേറൊരാൾ വന്നാൽ നിങ്ങളെപ്പോലെ ആ കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കരുത്. നിങ്ങൾ അത്രയും പവർഫുൾ ആയിരിക്കണം, നിങ്ങൾ യുണീക്ക് ആയിരിക്കണം. നിങ്ങളെപ്പോലെ ആ കാര്യം ചെയ്യാൻ വേറെ ആർക്കും സാധിക്കരുത്. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ, ആ പൊസിഷനിൽ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം പെർഫോമൻസ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ പൊസിഷനിൽ നിന്ന് മാറിയാൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കണം എല്ലാവർക്കും. നിങ്ങളുടേതായ ഒരു യുണീക്നെസ് അതിലുണ്ടായിരിക്കണം. അതിന് പകരം വേറൊരാൾ വന്നാൽ അത് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഈസി ആയിട്ട് ആ സ്ഥാനം മാറ്റി അവിടെ വേറൊരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി നിങ്ങളെ മാറ്റി വേറൊരാളെ വെച്ചാൽ പോലും നിങ്ങൾ ചെയ്യുന്ന പോലെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോഴാണ് നിങ്ങളുടെ യുണീക്നെസ്, നിങ്ങളുടെ പവർ മറ്റുള്ളവർ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ ഉണ്ടായേ പറ്റൂ. അത്രയും അനിവാര്യമായ ഒരു കാര്യമായി മാറണം നിങ്ങൾ. പവറിന്റെ നെക്സ്റ്റ് ലോ, നിങ്ങളുടെ ശത്രു പോലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിന് പോലും നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കോമ്പറ്റീറ്റർ കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കില്ലേ? അപ്പോൾ നിങ്ങളുടെ എതിരാളി, അതായത് ആ കോമ്പറ്റീറ്റർക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഒപ്പം എത്താൻ വേണ്ടി അവർക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. അവരും ഇംപ്രൂവ് ആകും. ഇതിലൂടെ നിങ്ങൾക്കും അവർക്കും ഗ്രോത്ത് ഉണ്ടാകും. ഇതാണ് പറയുന്നത്, നിങ്ങൾക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളിക്ക് പോലും ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ
ആ എതിരാളിക്ക് പോലും നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടാകും. അവർ നിങ്ങളെ കോപ്പി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് പോലും. പവറിന്റെ അടുത്തല്ലോ. നിങ്ങളുടെ രഹസ്യം നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന്റെ ഒരു അൾട്ടിമേറ്റ് സീക്രട്ട് ഉണ്ടായിരിക്കില്ലേ, ആ ഒരു സീക്രട്ട് നിങ്ങൾ ആരോടും പറയരുത്. ഇപ്പൊ നിങ്ങളുടെ തോളിൽ കയറ്റി നടക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോട് പോലും പറയരുത്. കാരണം എപ്പോഴാണ് ആരാണ് നിങ്ങളുടെ എതിരാളിയായി മാറുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുക പോലും ഇല്ല. അത് കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ സക്സസിന്റെ ടോപ്പ് മോസ്റ്റ് സീക്രട്ടായി തന്നെ സൂക്ഷിക്കണം. അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാ വിഷയങ്ങളുടെയും എല്ലാ വശങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പവർ ലീക്ക് ആകും. പവറിന്റെ അടുത്ത നിയമം, നിങ്ങളോടൊപ്പം നിങ്ങളോളം പവർഫുള്ളായി, നിങ്ങളെക്കാൾ പവർഫുള്ളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കൂ. ഇല്ലെങ്കിൽ അവർ നിങ്ങളുടെ എതിരാളിയായി മാറും. വലിയ ചില കമ്പനീസ് ഈ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ രണ്ട് കമ്പനീസ് നല്ല കോമ്പറ്റീറ്റേഴ്സ് ആണെന്ന് തോന്നും. എന്നാൽ അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഉണ്ടാവുക. അങ്ങനെ ചെയ്താൽ ഈ രണ്ട് കമ്പനിക്കും നല്ല ലാഭമായിരിക്കും. തന്നെ പോലെ ശക്തമായ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങൾ അവരെ ഫ്രണ്ടാക്കി മാറ്റണം. അല്ല എങ്കിൽ അവർ നിങ്ങളുടെ എതിരാളിയായി മാറും. ഇതൊക്കെ പവർഫുള്ളായി ജീവിക്കുന്ന ആളുകളുടെ ചില രഹസ്യങ്ങളാണ്. ഈ പവർ ട്രിക്സ് നിങ്ങൾക്കും യൂസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.